ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അറുതി വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്താരാഷ്ട്ര രോഷം വർദ്ധിക്കുന്നതിനാൽ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. വിശപ്പിനും മറ്റു പ്രശ്നങ്ങൾക്കുമിടയിൽ ആളുകൾ കൊല്ലപ്പെടുകയാണെന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നാസർ ആശുപത്രിയിൽ നടന്ന 5 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തെ ട്രംപ് അപലപിച്ചിരുന്നു. സംഭവത്തിൽ താൻ സന്തോഷവാനല്ലെന്നും ഈ പേടിസ്വപ്നം മുഴുവൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിൽ അവശേഷിക്കുന്ന ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള തന്റെ ശ്രമത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലും ആക്രമണങ്ങൾ നടന്നിരുന്നു. അസോസിയേറ്റ് പ്രസിന്റെ റിപ്പോർട്ടർ മറിയം അബു ദഗ, അൽ ജസീറയുടെ മുഹമ്മദ് സലാമ, റോയിട്ടേഴ്സ് ക്യാമറമാൻ ഹുസൻ അൽ മസ്രി, മുവാസ് അബു തഹ, അഹമ്മദ് അബു അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ. ആക്രമണത്തിൽ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ ഹത്തം ഖലീദിന് പരിക്കേറ്റിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അൽ ഷിഹ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് അൽ ജസീറയിലെ മാധ്യമപ്രവർത്തകൻ അനസ് അൽ ഷരീഫും 4 സഹപ്രവർത്തകരും കൊല്ലപ്പെട്ടിരുന്നു. അനസിനെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പിന്നാലെ ഇസ്രയേലും പറഞ്ഞിരുന്നു. ഗാസയിൽ 2023 ഒക്ടോബർ 7 മുതൽ ഇതുവരെ കുറഞ്ഞത് 274 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഗാസയിലെ നാസർ ആശുപത്രിയിലെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിച്ചെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ നാസർ ആശുപത്രിയിലെ ദാരുണമായ അപകടത്തിൽ ഇസ്രായേൽ അഗാധമായി ഖേദിക്കുന്നുവെന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു വ്യക്തമാക്കുന്നു. പത്രപ്രവർത്തകരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും അടക്കം എല്ലാ സാധാരണക്കാരുടെയും പ്രവർത്തനത്തെ ഇസ്രയേൽ വിലമതിക്കുന്നുവെന്നും പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ സൈനിക അധികാരികൾ സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ യുദ്ധം ഹമാസ് ഭീകരർക്കെതിരെയാണ്. ഹമാസിനെ പരാജയപ്പെടുത്തി ബന്ദികളെ വീട്ടിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച ഗാസ സിറ്റിയിൽ സൈനിക നീക്കത്തിന് ഇസ്രയേൽ തുടക്കമിട്ടു. ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 10,000-കണക്കിന് റിസർവ് സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് പിന്നാലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അഭ്യർത്ഥനകൾ പാലിക്കാതെ ഇസ്രായേൽ സർക്കാർ സൈനിക ലക്ഷ്യങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ഇതേ തുടർന്ന് സഖ്യകക്ഷികളുടെയും എതിരാളികളുടെയും കടുത്ത വിമർശനമാണ് നെതന്യാഹു ഭരണകൂടത്തിന് നേരെ ഉയരുന്നത്. അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ തടസ്സപ്പെടുത്തുന്നത് നെതന്യാഹുവാണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. ഗാസ സിറ്റിയിലെ നിരപരാധികളായ സാധാരണക്കാർക്കെതിരായ ക്രൂരമായ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഹമാസ് ടെലിഗ്രാമിലൂടെ കുറ്റപ്പെടുത്തി. അതിനിടെ ഇന്നലെയും ഗാസ സിറ്റി കേന്ദ്രീകരിച്ചുള്ള ബോംബാക്രമണം ഇസ്രയേൽ ശക്തമാക്കിയിരുന്നു. മധ്യ ഗാസയിൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെ വെടിവെപ്പിൽ 6 പേരും കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 62,686 ഉയർന്നു. പട്ടിണി മൂലം ഇന്നലെ 8 പേർ കൂടി മരിച്ചതോടെ ആകെ പട്ടിണി മരണം 115 കുട്ടികളടക്കം 289. വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഗാസയിൽ വിലക്കുള്ളതിനാൽ രാജ്യാന്തര വാർത്താ ഏജൻസികൾ ഗാസയിലെ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകരെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.